എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് ലെൻസ്കാർട്ട്. അവരുടെ ആപ്പ് ഉപയോഗിച്ചും അതല്ലാതെ അവരുടെ സ്റ്റോറുകളിൽ പോയുമൊക്കെ കണ്ണടകൾ വാങ്ങുന്ന നിരവധി ആൾക്കാരുണ്ട്. വളരെ ഇക്കണോമിക്കലായിട്ടുള്ള ധാരാളം ഓപ്ഷൻസ് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ബ്രാൻഡായിട്ട് വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ ലെൻസ്കാർട്ട് മാറിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ചും നമുക്കറിയാം. എന്നാൽ നല്ല കാര്യങ്ങളുടെ പേരിൽ മാത്രം അറിയപ്പെടേണ്ടിയിരുന്ന ലെൻസ്കാർട്ട് അവരുടെ സ്റ്റോറുകളിലെ ജീവനക്കാർ നിർബന്ധമായും പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ ഉൾപ്പെടുത്തി ഒരു സ്റ്റൈൽ ഗൈഡ് പുറത്തിറക്കി. ആ സ്റ്റൈൽ ഗൈഡ് വിവാദമാകുന്നു. അതിൽ മതപരമായിട്ടുള്ള വേർതിരിവ് നിഴലിച്ച് കാണുന്നു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. അത് ചില മതങ്ങളുടെ ആചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും എന്നാൽ മറ്റ് ചില മതങ്ങളുടെ രീതികളെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപം അതിശക്തമായി. ആ ആക്ഷേപം ശക്തമായതിനെ തുടർന്ന് അതിൽ ഇടപെടാൻ കമ്പനി നിർബന്ധിതമായി. കമ്പനിയുടെ CEO അടക്കമുള്ള ആൾക്കാരുടെ പ്രതികരണമുണ്ടായി. കമ്പനിയുടെ ഔദ്യോഗികമായിട്ടുള്ള ക്ഷമാപണമുണ്ടായി. അങ്ങനെ അവസാനം ഈ പ്രതിഷേധത്തിനെ തുടർന്ന് കമ്പനി അവരുടെ നയങ്ങളും നിലപാടുകളും എല്ലാം തന്നെ മാറ്റിയിരിക്കുകയാണ്. എല്ലാ മതങ്ങളെയും ഒരേപോലെ തന്നെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം അവർ കൈക്കൊണ്ടിരിക്കുന്നു. അത് പരസ്യമായിട്ട് ആൾക്കാരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് സത്യത്തിൽ ഈ വിവാദം? ഇത് ഒരു ഹിന്ദുത്വ വിഷയമായിട്ട് കാണേണ്ടതായിട്ടുണ്ടോ, അതോ ലെൻസ്കാർട്ടിൻ്റെ ഭാഗത്തു നിന്ന് സത്യത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നോക്കാം. തങ്ങളുടെ ഇൻസ്റ്റോർ ജീവനക്കാർക്കായിട്ട് ലെൻസ്കാർട്ട് ഇറക്കിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് അവരുടെ സ്റ്റൈൽ ഗൈഡിൽ ഉണ്ടായിരുന്നത്. അതനുസരിച്ച് ഹിന്ദു മതത്തിൻ്റെ ആചാരങ്ങളുടെ ഭാഗമായിട്ട് ആൾക്കാർ സ്വീകരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലുള്ള വിശദീകരണങ്ങളാണ് അതിലുണ്ടായിരുന്നത്. ഒരു വിവാഹിതയായ സ്ത്രീ ഉപയോഗിക്കുന്ന സിന്ദൂരം, ഒപ്പം മംഗല്യസൂത്ര, സ്ത്രീകൾ പൊതുവെ ഉപയോഗിക്കുന്ന പൊട്ട്, പുരുഷന്മാരടക്കം ഉപയോഗിക്കുന്ന തിലകം, മതാചാരപ്രകാരം പൂജിച്ച് ഉപയോഗിക്കുന്ന ചരടുകൾ, ഇങ്ങനെ ഹിന്ദു ആചാരപ്രകാരം ഉപയോഗിക്കുന്ന ദേഹത്ത് ധരിക്കുന്ന പല കാര്യങ്ങളെയും അനുവദിക്കില്ല സ്റ്റോർ ജീവനക്കാർക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ഈ സ്റ്റൈൽ ഗൈഡ് ഇറക്കിയിരിക്കുന്നത്. എന്നാൽ ഒരു സെക്യുലർ സ്വഭാവത്തിൽ എല്ലാ മതവിഭാഗങ്ങളോടും ഇത്തരത്തിലുള്ള കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ലെൻസ്കാർട്ട് ശുപാർശ ചെയ്തില്ല എന്നുള്ളതാണ് അവർ കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അവർ പറഞ്ഞത് ഹിജാബ് ധരിക്കണം എന്ന് ആഗ്രഹമുള്ള മുസ്ലിം സ്ത്രീകൾക്ക് അത് ധരിക്കാനായിട്ടുള്ള അവകാശമുണ്ട് എന്ന് തന്നെയാണ്. ഒപ്പം നമുക്കറിയാവുന്നതുപോലെ സിഖ് മതത്തിൻ്റെ അനിവാര്യമായിട്ടുള്ള ഒരു പ്രാക്ടീസ് ആയിട്ടുള്ള ടർബൻ ധരിക്കുന്നതിന്, തലപ്പാവ് ധരിക്കുന്നതിനുള്ള അവകാശവും അവിടുത്തെ സിഖ് ജീവനക്കാർക്ക് ഉണ്ടായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ സിഖുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതാചാരപ്രകാരം അവർ അനുവർത്തിക്കുന്ന തലപ്പാവ് അനുവദിക്കുന്നു. മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ താല്പര്യപ്രകാരം ഹിജാബ് ധരിക്കാനുള്ള അവകാശമുണ്ടാകുന്നു. എന്നാൽ ഹിന്ദു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദു പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുപയോഗിക്കുന്ന പലതരത്തിലുള്ള മതചിഹ്നങ്ങളും പാടില്ല എന്ന തരത്തിലുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് ഈ സ്റ്റൈൽ ഗൈഡിൽ ഉണ്ടായിരുന്നത്. ഇതിനെ തുടർന്നാണ് വിവാദമുണ്ടാകുന്നത്. ഇത് സെക്യുലറിസം അല്ല, മറിച്ച് ഏകപക്ഷീയമായിട്ടുള്ള ഹിന്ദു ആചാരങ്ങളോടും രീതികളോടുമുള്ള ആക്രമണമാണ് എന്നും മറ്റു മതങ്ങളെ അപ്പീസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് എന്നും അതുകൊണ്ട് തന്നെ അത് പരാജയപ്പെടുത്തണം എന്നുമുള്ള അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിലാണെങ്കിലും അതല്ലാതെ റിയൽ ലൈഫിലാണെങ്കിലും ആൾക്കാരിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ എതിരഭിപ്രായങ്ങൾ വരെ ഉണ്ടായി. അവരുടെ സ്റ്റോറുകളിലേക്ക് ആൾക്കാർ കടന്നു ചെന്നു. അവിടെയുള്ള ഹിന്ദു ജീവനക്കാർക്ക് തിലകം ചാർത്തിക്കുന്നത് നമ്മൾ കണ്ടു. പലതരത്തിലുള്ള വാക്തർക്കങ്ങളും നമ്മൾ കണ്ടു. മതപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ തന്നെ വിളിക്കുന്നത് നമ്മൾ കണ്ടു. എന്തായാലും നമ്മുടെ സോഷ്യൽ ഹാർമണിയെ ഡിസറപ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് പോകാമായിരുന്ന ഒരു ഇഷ്യൂ ആയിട്ട് അനാവശ്യമായിട്ട് ഒരു വിവാദം അവിടെ ലെൻസ്കാർട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത. എന്നാൽ വളരെ സഭ്യമായി ഈ വിഷയത്തിനോട് പ്രതികരിച്ച, ഇതിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയ പല ആൾക്കാരെയും സോഷ്യൽ മീഡിയയിൽ ലെൻസ്കാർട്ടിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഹാൻഡിലുകളിൽ നിന്നും ബ്ലോക്ക് ചെയ്യുന്ന ഒരു രീതിയും ഉണ്ടായി. നമ്മുടെ നാട്ടിലുള്ള പല സ്ഥാപനങ്ങളുടെയും പരസ്യങ്ങളിലുള്ള സ്ത്രീകൾക്ക് പൊട്ട് ധരിക്കുന്നതിന് വേണ്ടി അനുവദിക്കാറില്ല മനഃപൂർവ്വം എന്നുള്ള ഒരു ആക്ഷേപം ഉയർത്തിക്കൊണ്ട് അങ്ങനെയുള്ള പരസ്യങ്ങളെയും ബ്രാൻഡുകളെയും പേരെടുത്ത് പറഞ്ഞ് അവരെ നിശിതമായി വിമർശിക്കുന്ന ഷെഫാലി വൈദ്യ പോലെയുള്ള ആൾക്കാരെയൊക്കെ ലെൻസ്കാർട്ടിൻ്റെ ഔദ്യോഗിക ഹാൻഡിലുകളിൽ നിന്ന് ബ്ലോക്ക് ചെയ്തു എന്ന് അവർ തന്നെ പരസ്യമായിട്ട് വന്ന് പറയുന്ന സാഹചര്യവും ഉണ്ടായി. എന്നാൽ ലെൻസ്കാർട്ട് ഒരുപക്ഷെ പ്രതീക്ഷിച്ചതുപോലെ ഈ വിവാദം അത്ര പെട്ടെന്ന് കെട്ടടങ്ങിയില്ല. ഈ വിവാദങ്ങൾ തുടർ ദിവസങ്ങളിൽ ശക്തിപ്പെട്ടു എന്ന് മാത്രമല്ല, ലെൻസ്കാർട്ടിൻ്റെ CEO പീയൂഷ് ബൻസാലിൻ്റെ ഭാര്യ മുൻപ് വലതുപക്ഷത്തിനെയും പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം കുറിച്ചിരുന്നു എന്ന തരത്തിലുള്ള അവരുടെ പല പഴയ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും സർഫസ് ചെയ്തു. അതോടുകൂടി ഇത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു ആക്രമണമാണ്, ഒരു മതത്തിനെതിരെ എന്ന രീതിയിലത്തേക്കുള്ള ആരോപണം കൂടുതൽ ബലപ്പെടുകയും ചെയ്തു. എന്നാൽ വിവാദമുണ്ടായതോടുകൂടി ഈ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തതായിട്ടുള്ള സ്ഥിരീകരണവും ഉണ്ടാകുന്നു. എന്തായാലും വിവാദങ്ങൾക്കൊടുവിൽ കമ്പനിയുടെ CEO പീയൂഷ് ബൻസാൽ തന്നെ ഒരു മാപ്പപേക്ഷയുമായി രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: I have been seeing an inaccurate policy document going viral about Lenskart. I want to speak directly that this document does not reflect our present guidelines. അതായത് വൈറലായിട്ട് ഇപ്പോൾ തങ്ങളെ വിമർശിക്കുന്ന തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റൈൽ ഗൈഡ്
പഴയതാണ്, അത് നിലവിൽ ഉള്ളതല്ല. മറിച്ച് പുതുതായിട്ടുള്ള ഒരു സ്റ്റൈൽ ഗൈഡ് അവർ പുറത്തിറക്കിയിട്ടുണ്ട്. ആ സ്റ്റൈൽ ഗൈഡാണ് അവരുടെ ലേറ്റസ്റ്റ്, അല്ലാതെ പ്രചരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അവരുടെ പോളിസിയെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. Our policy has no restrictions on any form of religious expression, including Bindi and Tilak, and we continue to review our guidelines regularly. ഞങ്ങളുടെ ഇത്തരത്തിലുള്ള നയങ്ങളെല്ലാം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ ചെയ്യാറുണ്ട്. ഞങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നയമനുസരിച്ച് ആൾക്കാർ പൊട്ടോ തിലകമോ ഒക്കെ ധരിക്കുന്നതിനൊന്നും തന്നെ ഒരു തരത്തിലുള്ള വിലക്കുമില്ല എന്നാണ് അദ്ദേഹം സ്ഥിരീകരിച്ചത്. അതുകൂടാതെ വി അപ്പോളജൈസ് ഫോർ ദ കൺഫ്യൂഷൻ ആൻഡ് കൺസേൺ ദിസ് സിറ്റുവേഷൻ ഹാസ് കോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമായിട്ട് അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്തു. എന്നാൽ ഈ മാപ്പ് പറച്ചിലിൽ അത്രത്തോളം ആത്മാർത്ഥത ആൾക്കാർക്ക് തോന്നിയില്ല എന്നതുകൊണ്ട് തന്നെ ലെൻസ്കാർട്ടിനെതിരായിട്ടുള്ള പ്രതിഷേധം തുടരുകയും ചെയ്തു. BJPയുടെ ചില വനിതാ നേതാക്കൾ, മുസ്ലിങ്ങളായിട്ടുള്ള വനിതാ നേതാക്കൾ ലെൻസ്കാർട്ടിൻ്റെ ഷോപ്പുകളിൽ പോയി അവിടെയുള്ള പുരുഷന്മാരും സ്ത്രീകളുമായിട്ടുള്ള ഹിന്ദു മതവിശ്വാസികൾക്ക് തിലകം ചാർത്തി കൊടുക്കുന്നതും തുടർ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. അങ്ങനെ സിഇഒയുടെ മാപ്പപേക്ഷയ്ക്ക് പോലും ലെൻസ്കാർട്ടിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ലെൻസ്കാർട്ട് എന്ന സ്ഥാപനം തന്നെ മറ്റൊരു മാപ്പപേക്ഷയുമായി പുറത്തു വന്നത്. അതിലവർ തുടക്കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഓവർ ദ പാസ്റ്റ് ഫ്യൂ ഡേയ്സ് അവർ കമ്മ്യൂണിറ്റി ആൻഡ് കസ്റ്റമേഴ്സ് ഹാവ് സ്പോക്കൺ ആൻഡ് വി ഹാവ് ലിസൺഡ്. അതായത് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മുടെ സമൂഹവും അവരുടെ കസ്റ്റമേഴ്സും അവരോട് പല കാര്യങ്ങളും പറഞ്ഞു, അത് അവർ ശ്രദ്ധിക്കുകയാണ് എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ സിഇഒ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് പൂർണ്ണമായിട്ടും ആ വിഷയത്തിൽ തീർപ്പായിട്ടില്ല എന്ന് ലെൻസ്കാർട്ട് അക്നോളജ് ചെയ്യുന്നു. അവരുടെ കസ്റ്റമേഴ്സ് ഉൾപ്പെടെ പൊതുസമൂഹം അവരോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഞങ്ങളിതാ കേൾക്കുകയാണ് എന്ന മട്ടിൽ അവർക്ക് പറയേണ്ടി വരുന്നു. അപ്പോൾ സിഇഒയുടെ മാപ്പപേക്ഷയിൽ അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ ആൾക്കാർക്ക് ബോധ്യമുണ്ടായിട്ടില്ല എന്നും അതുകൂടാതെ കമ്പനി മൊത്തത്തിൽ ആൾക്കാരെ കേൾക്കുകയാണ് എന്നും അവർ സമ്മതിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. തുടർന്ന് അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ടുഡേ വി ആർ സ്റ്റാൻഡർഡൈസിങ് അവർ ഇൻ സ്റ്റോർ സ്റ്റൈൽ ഗൈഡ് ആൻഡ് ഷെയറിംഗ് ഇറ്റ് പബ്ലിക്ലി ആൻഡ് ട്രാൻസ്പെറൻ്റ്ലി. അതായത് അവർക്ക് ഷോറൂമുകളിലുള്ള ആൾക്കാരുടെ വസ്ത്രധാരണ രീതിയെക്കുറിച്ചും അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ചെയ്യരുതാത്തത് എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റൈൽ ഗൈഡ് അവർ ഏകീകരിച്ച് അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുകയാണ് എന്നവർ പറയുകയാണ്. എന്ന് വെച്ചാൽ സിഇഒയുടെ ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്ന സമയത്ത് പോലും അത് ഏകീകൃതമായിരുന്നില്ല, സ്റ്റാൻഡർഡൈസ്ഡ് ആയിരുന്നില്ല എന്നുള്ള ഒരു ഇംപ്രഷനാണ് ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. തന്നെയുമല്ല, അത് പൊതുവായിട്ട് ആൾക്കാർക്ക് എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ അതിനെ സുതാര്യമായിട്ട് ഇതാ സോഷ്യൽ മീഡിയയിൽ അടക്കം ഷെയർ. These guidelines explicitly and unambiguously welcome every symbol of faith. ബിന്ദി, തിലക്, സിന്ദൂർ, കലാവ, മംഗൽസൂത്ര, ഹിജാബ്, ടർബൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്വീകാര്യമാണ്. നോട്ട് ആസ് എക്സെപ്ഷൻസ് ബട്ട് ആസ് ഹൂ വി ആർ. അതായത് പുതുക്കിയിരിക്കുന്ന സ്റ്റാൻഡർഡൈസ് ചെയ്തിരിക്കുന്ന ഗൈഡ് ലൈൻസ് പ്രകാരം ലെൻസ്കാർട്ടിൻ്റെ സ്റ്റോറുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അവരുടെ മതവിശ്വാസം ഏതാണോ അതിനെ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു എക്സെപ്ഷൻ അല്ലാതെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് അവർക്ക് ലഭിക്കുന്നു എന്നാണ്. അതായത് അവരാരാണോ അവരുടെ വിശ്വാസം എന്താണോ അതിനെ പ്രകടിപ്പിക്കാൻ ഒരാൾക്കും ഒരു തരത്തിലുള്ള എക്സെപ്ഷൻസും അല്ല കൊടുക്കുന്നത്, മറിച്ച് അവരുടെ ഒരു അവകാശമായിട്ട് എല്ലാ ആൾക്കാർക്കും അത് ലഭ്യമായിരിക്കും എന്ന് കമ്പനിക്ക് ഔദ്യോഗികമായിട്ട് പറയേണ്ടി വന്നു. തുടർന്ന് അവർ പറയുന്നത് എങ്ങനെയാണ്: ലെൻസ്കാർട്ട് വാസ് ബിൽറ്റ് ഇൻ ഭാരത് ബൈ ഇന്ത്യൻസ് ഫോർ ഇന്ത്യൻസ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അവരിത് പറയുന്ന സമയത്ത് ഒരു കാര്യം അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരുന്നത്, ഭാരതത്തിലുണ്ടായിരിക്കുന്ന ഭാരതീയമായിട്ടുള്ള ആചാരങ്ങളെ അവർ അനുവദിക്കാതിരുന്നു എന്നുള്ളത് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. അവർ സെക്യുലർ ആണ് എങ്കിൽ ഒരു തരത്തിലുള്ള മതചിഹ്നങ്ങളും ഇവിടെ അനുവദിക്കാൻ പാടില്ല. എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസായിട്ട് കോടതികൾ അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ അനുവദിക്കൂ എന്ന് അവർക്ക് പറയാമായിരുന്നു. പക്ഷേ അതിനു പകരം എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്ന രീതിയിൽ വന്നിരിക്കുന്ന ഹിജാബ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുവദിച്ചുകൊണ്ട്, എന്നാൽ ഹിന്ദു മതത്തിൽ ആൾക്കാർ ഇതേപോലെ പിന്തുടരുന്ന പലതരത്തിലുള്ള ആചാരങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള പല രീതികളും അവർ വിലക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവർ കാണിച്ച ഈ സ്റ്റേറ്റ്മെൻറ്റിന് വിരുദ്ധമായിട്ടുള്ള, അതായത് പൂർണ്ണമായും ഒരു ഭാരതീയമായിട്ടുള്ള ബ്രാൻഡാണ് എന്നുള്ള ഒരു ഐഡൻറ്റിറ്റിയുമായിട്ട് ഒരു തരത്തിലും ചേർന്ന് പോകാത്ത തരത്തിലുള്ള ഒരു സ്റ്റൈൽ ഗൈഡാണ് അവരുടെ സ്റ്റോർ ജീവനക്കാർക്ക് വേണ്ടി അവർ ഇറക്കിയിരുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈരുദ്ധ്യം. പിന്നീട് അവർ പറയുന്നത്, അവർ 2400+ സ്റ്റോഴ്സ് ആർ റൺ ബൈ പീപ്പിൾ ഹു ബ്രിങ് ദെയർ ബിലീഫ്സ്, ദെയർ ട്രഡീഷൻസ്, ദെയർ ഐഡൻറ്റിറ്റി ടു വർക്ക് എവറി ഡേ. അതായത് അവർക്ക് 2400-ലധികം സ്റ്റോറുകളുണ്ട്. ആ സ്റ്റോറുകളിലുള്ള അവരുടെ ജീവനക്കാരെല്ലാവരും തന്നെ അവരുടെ വിശ്വാസത്തെ അവർ വർക്കിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവരുടെ ആചാരങ്ങളെ, ട്രഡീഷൻസിനെ അവർ കൊണ്ടുവരുന്നുണ്ട്. അവരുടെ ഐഡൻറ്റിറ്റി, അത് റിലീജിയസ് ഐഡൻറ്റിറ്റി കൂടിയാണ്, അതിനെയും അവരുടെ ജോലി സ്ഥലത്തേക്ക് ഓരോ ദിവസവും അവർ കൊണ്ടുവരുന്നുണ്ട് എന്നതിനെ അവർ അക്നോളജ് ചെയ്യുകയാണ്. എന്നാൽ അങ്ങനെ കൊണ്ടുവരേണ്ട ചേട്ടാ, ചേച്ചി എന്നൊക്കെയായിരുന്നു അവർ ഈ സ്റ്റോർ ഗൈഡ് ലൈൻസിൽ പറഞ്ഞിരുന്നത് എന്നുള്ളതാണ് ഇവിടെയുമുള്ള വൈരുദ്ധ്യം. അതായത് അവരുടെ ബിലീഫിൻ്റെ ഭാഗമായിട്ട്, ട്രഡീഷൻ്റെ ഭാഗമായിട്ട്, ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ട് ഒരു മതവിഭാഗത്തിലുള്ള ആൾക്കാർ സ്വീകരിക്കുന്ന ചിഹ്നങ്ങൾ എന്തൊക്കെയാണോ ആ ചിഹ്നങ്ങളെ അവരുടെ റിലിജിയൻ്റെ ഭാഗമായിട്ട്, ബിലീഫിൻ്റെ ഭാഗമായിട്ട്, ട്രഡീഷൻ്റെ ഭാഗമായിട്ട്, ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ട് കാണാനുണ്ടായിരുന്ന വൈമനസ്യം ലെൻസ്കാർട്ടിന് തന്നെയായിരുന്നു.
അവസാനം വലിയ പ്രതിഷേധമുണ്ടാകുന്ന സമയത്ത് ഇതിനെയെല്ലാം തന്നെ ഞങ്ങൾ സർവാത്മന സ്വീകരിക്കുന്നു എന്ന് അവർക്ക് പറയേണ്ടി വരികയാണ്. ഇത് ഒരു മാപ്പ് തന്നെയാണ്. എന്നിട്ട് ഇനി ആ മാപ്പിനെക്കുറിച്ച് കൃത്യമായി ധാരണയില്ല എങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതുന്നു: ഇഫ് എനി വേർഷൻ ഓഫ് അവർ വർക്ക് പ്ലേസ് കമ്മ്യൂണിക്കേഷൻ കോസ്റ്റ് ഹേർട്ട്, അതായത് ഞങ്ങളുടെ തൊഴിലിടവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ, എന്തെങ്കിലും തരത്തിൽ അവരുടെ വികാരങ്ങളെ അത് വ്രണപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ, വി ആർ ഡീപ്ലി സോറി, ഞങ്ങൾ അതിൽ മാപ്പ് പറയുന്നു. വി കമ്മിറ്റ് ടു എൻഷോറിംഗ് ദാറ്റ് എവറി ഫ്യൂച്ചർ പോളിസി, ട്രെയിനിങ് മെറ്റീരിയൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ക്യാരിങ് ദ ലെൻസ്കാർട്ട് നെയിം വിൽ റിഫ്ലക്ട് ദീസ് ഇൻക്ലൂസീവ് വാല്യൂസ്. അതുകൊണ്ട് ഇനി ഭാവിയിൽ ലെൻസ്കാർട്ടുമായി ബന്ധപ്പെട്ട് അവരിറക്കുന്ന എല്ലാ കമ്മ്യൂണിക്കേഷനുകളും, അവർ ഭാവിയിലേക്ക് ഉണ്ടാക്കുന്ന എല്ലാ നയങ്ങളും, അവരുടെ ട്രെയിനിങ് മെറ്റീരിയലുകൾ അടക്കം എല്ലാ കാര്യങ്ങളിലും ഈ തരത്തിലുള്ള ഒരു ഇൻക്ലൂസീവ് വാല്യൂസിനെ പ്രതിഫലിപ്പിക്കും എന്ന തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റാണ് അവരിപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത് സാധ്യമായത് അതിശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ടായതുകൊണ്ടാണ്. ആ പ്രതിഷേധം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ ലെൻസ്കാർട്ട് ഭാരതീയമാണ് എന്ന കാര്യത്തിനെക്കുറിച്ചോ, അവരുടെ ജീവനക്കാർ ഓരോ ദിവസവും അവരുടെ തൊഴിലിടത്തേക്ക് അവരുടെ ഐഡൻറ്റിറ്റിയും അവരുടെ ട്രഡീഷൻസും അവരുടെ ബിലീഫ്സും എല്ലാം തന്നെ കൊണ്ടുവരുന്നതിനെ അവർ ഒരേപോലെ സ്വീകരിക്കുന്നു എന്നുമുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. കാരണം അവർ ഇതിനെയെല്ലാം തന്നെ ഒരു നെഗറ്റീവ് ലൈറ്റിൽ കാണുന്ന രീതിയിലത്തേക്ക് ഇതിനെയെല്ലാം വിലക്കിക്കൊണ്ടാണ്, പ്രത്യേകിച്ച് ഹിന്ദു മതത്തിൻ്റെ ആചാരങ്ങളെയൊക്കെ തന്നെ വിലക്കിക്കൊണ്ടാണ് അവരുടെ ഗൈഡ് ലൈൻസ് രൂപീകരിച്ചിരുന്നത്. ഇപ്പോൾ പ്രതിഷേധമുണ്ടാകുന്ന സമയത്ത് നിവൃത്തികേട് കൊണ്ട് ആ തീരുമാനം അവർ മാറ്റുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പലതരത്തിലുള്ള ഡിഫൻസ് ടാക്ടിക്സ്, ഈ ആൾക്കാരെ സോഷ്യൽ മീഡിയയിൽ ബ്ലോക്ക് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം സ്വീകരിച്ച് പരാജയപ്പെട്ടിട്ടും പ്രതിഷേധം തീരാതിരുന്ന സമയത്ത് അതുവരെ മിണ്ടാതിരുന്ന അവരുടെ CEO ഈ കാര്യത്തിൽ മാപ്പപേക്ഷയുമായി വരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞതിന് ശേഷവും പ്രതിഷേധം ഉണ്ടാകുമ്പോഴാണ് ലെൻസ്കാർട്ട് ഔദ്യോഗികമായിട്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് അവർ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് ഭാരതീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും, ബിലീഫിനെയും ട്രഡീഷനെയും എല്ലാം തന്നെ ഐഡൻറ്റിറ്റിയുടെ കൂടി ഭാഗമായിട്ട് തൊഴിലെടുത്ത് സ്വീകരിക്കും എന്നവർക്ക് പറയേണ്ടി വന്നത്. അങ്ങനെ സ്വീകരിക്കുമെങ്കിൽ എന്തിനായിരുന്നു ഈ വിലക്ക് എന്നുള്ളതാണ് ഇവരോടുള്ള ചോദ്യം. അതായത് ഇവർ പറയുന്നുണ്ട്, എക്സെപ്ഷൻ എന്ന രീതിയിലല്ല, ബിന്ദി, തിലക്, സിന്ദൂർ, കലാവ, ഹിജാബ്, ടർബൻ എല്ലാം അനുവദിക്കുന്നു എന്നിവർ പറയുമ്പോൾ നേരത്തെ എന്തുകൊണ്ട് ഇതിൽ ഹിജാബും ടർബനും മാത്രം അനുവദിച്ചുകൊണ്ട് ഈ പറയുന്ന ബിന്ദിയും തിലകും കലാവയും എല്ലാം തന്നെ നിങ്ങൾ അനുവദിക്കാതിരുന്നത് എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കിയാണ്. അത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന തെറ്റാണ് എന്നതുമായി ബന്ധപ്പെട്ട് അവരത് ഓണപ്പ് ചെയ്യേണ്ടതാണ്. അങ്ങനെ അവർ കാണിച്ചിരിക്കുന്നത് ഒരു സംസ്കാരത്തിനോട്, ഒരു മതത്തിനോടുള്ള വിവേചനമാണ് എന്ന കാര്യത്തിനെക്കുറിച്ച് അവർ അഡ്മിറ്റ് ചെയ്യേണ്ടതാണ്. എന്തായാലും ഈ പോളിസി തിരുത്തി എന്നവർ പറയുന്ന സമയത്ത് അത് സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അവരുടെ മിസ്റ്റേക്ക് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഓണപ്പ് ചെയ്യുന്നതിന് പകരം ഞങ്ങൾ അതാണ് ഇതാണ്, ഞങ്ങൾ എല്ലാവരെയും ബഹുമാനിക്കും, അങ്ങനെ ആൾക്കാർക്ക് കൊണ്ടുവരാനുള്ള അവകാശമുണ്ട്, ഞങ്ങൾ കൊടുക്കുന്ന എക്സെപ്ഷൻ അല്ല, ഭാവിയിലെ പോളിസി നിർണ്ണയത്തിലെല്ലാം തന്നെ അതുണ്ടാകും, പ്രതിഫലിക്കും എന്നൊക്കെ പറയുന്നതല്ല. എന്തുകൊണ്ട് നിങ്ങളുടെ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷനുകളിൽ ഉൾപ്പെടെ, സ്റ്റോർ ഗൈഡ് ലൈൻസിൽ ഉൾപ്പെടെ നിങ്ങൾ ഇങ്ങനെ ഒരു മതവിഭാഗത്തിലുള്ള ആചാരങ്ങളെ എതിർത്ത് സംസാരിച്ചു, അതിനെ മാറ്റി നിർത്താനായിട്ട് നിങ്ങൾ തീരുമാനിച്ചു, ഡിസ്ക്രിമിനേറ്ററി ആയി എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും ഉത്തരവില്ലാതെ അവശേഷിക്കുകയാണ്. എന്തായാലും ലെൻസ്കാർട്ട് ഒരു പാഠം ഈ വിഷയത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. മറ്റു പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതേപോലെ തന്നെയുള്ള പോളിസികൾ സ്വീകരിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഒരുപക്ഷെ വിവാദമുണ്ടാക്കേണ്ട എന്ന് കരുതി ഇപ്പോൾ അതൊക്കെ പരിഷ്കരിക്കുകയായിരിക്കും. എന്തായാലും ശക്തമായ രീതിയിൽ ജനാധിപത്യപരമായിട്ടുള്ള എതിരഭിപ്രായം ഈ വിഷയത്തിൽ ഉണ്ടായതുകൊണ്ടാണ് ലെൻസ്കാർട്ട് ഈ ഒരു പാഠം പഠിച്ചത് എന്നുള്ള കാര്യം അവരെ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരിതുവരെയും അവരുടെ ആ തെറ്റ് എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ചോ, എന്തുകൊണ്ടത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചോ, ഈ റിലീജിയസ് ഐഡൻറ്റിറ്റി വർക്ക് പ്ലേസിൽ അംഗീകരിക്കപ്പെടും എന്നുള്ള ഒരു പോളിസി നേരത്തെ എക്സെപ്ഷനായിട്ട് പോലും ചിലർക്ക് മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ, അവിടെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചോ വിശദീകരിച്ചിട്ടില്ല എന്നുകൂടി അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.